ഈ നൂറ്റാണ്ട് ദർശിച്ച ഏറ്റവും സാഹസികനായ പത്രപ്രവർത്തകനായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. 1910 സെപ്റ്റംബർ 26-നാണ് കേരളത്തിലെ നിർഭയനായ പത്രാധിപർ എന്ന നിലയിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത്. അന്ന് തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജഗോപാലാചാരിക്കെതിരെ നിശിതമായ വിമർശനം നടത്തിയതിൻ്റെ പേരിലായിരുന്നു ആ നാടുകടത്തൽ. ഇന്ത്യയിൽ ആദ്യമായി കാർൽ മാർക്സിനെ പറ്റി ഒരു പുസ്തകം എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. പത്രപ്രവർത്തകൻ, ഗ്രന്ഥകാരൻ എന്നീ നിലകളിൽ വിസ്മയകരമായ പ്രതിഭാവിലാസമാണ് അദ്ദേഹം കാട്ടിയത്. തൂലിക പടവാളാക്കിയ ആൾ എന്ന് ഏതെങ്കിലും പത്രാധിപരെ വിശേഷിപ്പിക്കാമെങ്കിൽ അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തന്നെയാണ്. നമ്മുടെ സമൂഹത്തിലെ തിന്മകൾക്കെതിരായി മുഖം നോക്കാതെ പ്രതികരിച്ച രാമകൃഷ്ണപിള്ള പത്രത്തിൻ്റെ ശക്തി എന്തെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹം മാധ്യമ പ്രവർത്തനത്തിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും വിളിച്ചോതുന്ന വാർത്തകളും അവയ്ക്ക് പിന്നിലെ കരുത്തുറ്റ മാധ്യമ പ്രവർത്തകരുമാണ് നമുക്ക് ഏറ്റവും ഇന്ന് അത്യന്താപേക്ഷികമായിട്ടുള്ളത്. മാധ്യമം ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണാണ് എന്ന് പറയുന്നത് അതിൻ്റെ വെളിച്ചത്തിലാണ്. നമ്മുടെ സമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് നിർണായകമായ സ്വാധീനമാണുള്ളത്. സത്യസന്ധവും കൃത്യവുമായ വാർത്തകൾ അവതരിപ്പിക്കാനുള്ള ധാർമ്മിക ബാധ്യത മാധ്യമ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും ഉണ്ടാകണം. പലപ്പോഴും സെൻസേഷനലിസത്തിൻ്റെ പുറകെ പോകുമ്പോൾ നൈതികത നഷ്ടപ്പെടുന്നു എന്ന വസ്തുത നാം കാണേണ്ടതുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഏത് സമൂഹത്തിലും മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന അടിസ്ഥാന രാഷ്ട്രീയ മാറ്റം, അതുവഴി പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പുതിയ സമീപന രൂപരേഖകൾ, ഇത് നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വളരെ വിശദമായ പരിശോധനയും ചർച്ചയും നാം നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുണ്ടായ എല്ലാ സാമൂഹ്യ മുന്നേറ്റത്തിലും തീർച്ചയായിട്ടും മാധ്യമങ്ങൾ അവരുടേതായ പങ്ക് നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മുന്നേറ്റത്തിൽ പലതരത്തിൽ മാധ്യമങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. എന്നാൽ ഇത്തരം അഭിപ്രായ രൂപീകരണങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തെ വളർത്താൻ മാധ്യമങ്ങൾ പലപ്പോഴും പരിശ്രമിക്കുമ്പോൾ തന്നെ വർത്തമാനകാലത്ത് അതിൻ്റെ നിഷ്പക്ഷത ഒരു സ്വയം വിമർശനപരമായി പരിശോധിക്കപ്പെടണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാറുള്ളത്. മാധ്യമങ്ങൾ എപ്പോഴും ശരിയുടെ പക്ഷത്ത് തന്നെ നിൽക്കണം. അത് മാനുഷികതയിൽ ഊന്നിയുള്ള മാധ്യമ പ്രവർത്തന രീതി, അത് തീർച്ചയായിട്ടും അത് ഉയർത്തിപ്പിടിച്ചെങ്കിൽ മാത്രമേ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ചില മാധ്യമങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും ധാർമ്മികത പുലർത്താതെ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കാണാറുണ്ട്. തെറ്റായ വാർത്തയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പോലും അത് തിരുത്താനുള്ള സാമാന്യ മര്യാദ പോലും അത്തരം മാധ്യമങ്ങൾ കാട്ടാറില്ല. അതിലേറ്റവും അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവം പ്രത്യേകമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ മാധ്യമങ്ങളെടുത്ത സമീപനം മാധ്യമങ്ങളുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യപ്പെട്ടു. അത് തിരുത്താൻ പോലും പലരും തയ്യാറായില്ല എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മുടെ പൗരബോധത്തെയും ജനാധിപത്യ ബോധത്തെയും യുക്തിബോധത്തെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. മറ്റേതൊരു ഇന്ത്യൻ സമൂഹത്തെക്കാളും എത്രയോ മുമ്പ് നവീകരിക്കപ്പെട്ട
രാഷ്ട്രീയമായും സാമൂഹ്യമായും സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും നവീകരിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു നല്ല സാമൂഹ്യ അവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ജനസമൂഹം ജീവിക്കുന്ന ഒരു നാടാണ് കേരളമെന്ന വസ്തുത നാം വിസ്മരിച്ചുകൂടാ. പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ നിഷ്പക്ഷതയാണ് തങ്ങളുടെ മുഖമുദ്ര എന്ന് പറയാറുണ്ട്. ഇത് നാഴികയ്ക്ക് 40 വട്ടം അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യാം. എന്നാൽ ഇത് പറഞ്ഞതിന് ശേഷം വ്യക്തമായി പക്ഷം പിടിക്കുകയും ചെയ്യുന്ന സമീപനമാണ് പല സന്ദർഭങ്ങളിലും ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് കാണുന്നത്. കേവലം ഒരു തൊഴിൽ മാത്രമല്ല മാധ്യമ പ്രവർത്തനം. ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണത്. അതുകൊണ്ട് ഒരു തൊഴിൽ മാത്രമല്ല എന്നതിനപ്പുറം നമ്മുടെ നാടിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ട ഉത്തരവാദിത്വം മാധ്യമപ്രവർത്തകർക്കുണ്ട്, മാധ്യമപ്രവർത്തകർക്കുണ്ട്. മാധ്യമപ്രവർത്തനം എന്ന പേരിൽ അധാർമികവും നീതിരഹിതവുമായ കാര്യങ്ങൾ ആരെങ്കിലും ഒറ്റപ്പെട്ട് ചെയ്താൽ പോലും അത് മാധ്യമങ്ങളെ മൊത്തത്തിൽ ബാധിക്കുമെന്ന കാര്യവും നാം വിസ്മരിക്കുന്നു. മാധ്യമരംഗത്ത് ആരോഗ്യപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ടെന്നത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ചിലരെങ്കിലും നടത്തുന്ന അനാരോഗ്യപരമായ പ്രവണതകൾ അത് ഉയർന്നു വരുമ്പോൾ മാധ്യമ രംഗത്തുള്ളവർ തന്നെ അതിനെതിരായി ശക്തമായ പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം നമ്മുടെ മാധ്യമങ്ങളുണ്ട് എന്ന വസ്തുത നാം കാണേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ചരിത്രത്തിലുള്ള ഒരു ശരികേടായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്ക് റേറ്റിംഗിനും സർക്കുലേഷനും വേണ്ടി മാത്രമല്ല മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. സത്യം, വസ്തുതകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കാനും ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഫലപ്രദമായ കാര്യങ്ങൾ ക്രമീകരിക്കാനും അതുവഴി നീതി ലഭിക്കേണ്ടവർക്ക് നീതി ലഭ്യമാക്കാനും ഇടവരുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നാം കേന്ദ്രീകരിക്കണം. ഇവിടെ നമ്മുടെ ജനാധിപത്യം ഇന്ന് വലിയ തരത്തിൽ അപകടകരമായ ചില പ്രയാസങ്ങളെ നേരിടുന്നു എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യം മാത്രമല്ല, മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുന്ന ഒരു കാലമാണ്. നാം ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിർത്താൻ തീർച്ചയായിട്ടും നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല, ലോകം വളരെ വേഗം വളരുകയാണ്. വളരെ വേഗം വളരുന്ന ലോകത്തോടൊപ്പം നമ്മുടെ രാജ്യത്തിന് സഞ്ചരിക്കണം, നമ്മുടെ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് സഞ്ചരിക്കണം. അതിനുവേണ്ടി നാം ആവിഷ്കരിക്കുന്ന നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും നമ്മുടെ മാധ്യമങ്ങൾ നല്ല തരത്തിലുള്ള പിന്തുണയും സഹായവും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, അദ്ദേഹത്തെ ഞാനൊരു കേവലം പത്രപ്രവർത്തകനായിട്ടോ ഒരു മാധ്യമരംഗത്തെ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ പൊതുച്ച ആളെ മാത്രമല്ല കാണുന്നത്. എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പ്രിയപ്പെട്ട KP മോഹനോട് പറയായിരുന്നു, എൻ്റെ നാട്ടിലൊരു ഗ്രന്ഥശാല തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ സ്ഥലത്ത് തന്നെ ഞാൻ സ്ഥലവും അതിനൊരു കെട്ടിടവും നിർമ്മിച്ചു കൊടുത്തു സൗജന്യമായി. അപ്പോൾ അതിനൊരു പേരിടണം. കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ലൈബ്രറിയാണ്, ഡിജിറ്റൽ ലൈബ്രറിയാണ്, 10,000കണക്കിന് പുസ്തകമുള്ള ലൈബ്രറിയാണ് ഇന്നത്, 100കണക്കിന് വായനക്കാരുള്ള ലൈബ്രറിയാണ്. രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ ഗ്രന്ഥശാലയ്ക്ക് സ്വദേശാഭിമാനിയുടെ പേരാണ് ഇട്ടത് എന്ന് സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുന്ന മാധ്യമങ്ങൾ എൻ്റെ വീടിൻ്റെ മുമ്പിലത്തെ ഗ്രന്ഥശാലയുടെ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കുന്നത് പുതിയ തലമുറയ്ക്ക് പ്രയോജനമാകും. മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി പറയുന്ന കൂട്ടത്തിൽ ഈ കാര്യം കൂടി പറയുന്നത് നമ്മുടെ നാടിൻ്റെ പുതിയ തലമുറയ്ക്ക് അത് പ്രചോദനം നൽകുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് കാരണം എങ്ങനായിരിക്കണം ഒരു മാധ്യമ പ്രവർത്തകൻ എന്നത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാനായ മനുഷ്യനെ ഓർക്കാൻ ഒരു ഗ്രാമപ്രദേശത്തെ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തൊരു എളിയ പ്രവർത്തനമായിട്ട് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും ഇത്തരമൊരു ചടങ്ങ് പ്രിയപ്പെട്ട MV ജയകുമാർ അദ്ദേഹത്തിൻ്റെ കാലത്താണ് സ്വദേശാഭിമാനിയുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും കൃത്യമായി പ്രസിദ്ധീകരിച്ചത്. എല്ലാ വർഷവും പന്ന്യൻ രവീന്ദ്രൻ ചേട്ടനും വിജയകുമാർ ചേട്ടനും എല്ലാം കൃത്യമായി ഇവിടെ എത്തുന്നവരാണ്. അവരാണ് കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കും. എന്തായാലും നമ്മുടെ പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ധന്യമായ ദിവസമാണ്. ഇത്തരത്തിൽ മാതൃകാപരമായ, എല്ലാ വർഷവും ചെയ്യുന്നതാണെങ്കിലും ഇത്തരത്തിലൊരു മാതൃകാപരമായ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച മാധ്യമങ്ങളോടും പ്രസ് ക്ലബിനോടുമുള്ള പ്രത്യേക സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് ചടങ്ങ് ഞാൻ 114ാമത് വാർഷിക ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.